ഹരിച്ചേട്ടാ, ഒരു വലിയ സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ ദൗത്യം സ്പേഡെക്സ് അത് വിജയിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്താണ് ചേട്ടാ അതിൻ്റെ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏറ്റവും പുതിയ വിവരം സ്പാഡക്സ് വിജയിച്ചു എന്ന് തന്നെയാണ്. അതായത് ബഹിരാകാശത്ത് വെച്ച് രണ്ട് ഉപഗ്രഹങ്ങളെ സംയോജിപ്പിക്കുന്ന ഇന്ത്യയുടെ പരീക്ഷണം വിജയിച്ചു എന്നാണ് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇത് ISROയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ ടെക്നോളജി കൈവശമുള്ളത് മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇന്ന് ലോകത്തിൽ. അതായത് ഒന്ന് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, രണ്ടാമത്തേത് പിന്നെ ചൈന, മൂന്നാമത്തേത് റഷ്യ. ഇങ്ങനെ വെറും 3 രാജ്യങ്ങൾക്ക് മാത്രം കൈവശമുള്ള ഒരു ടെക്നോളജി ഇന്ന് ഇന്ത്യയുടെ കൈവശമുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു നാഴികക്കല്ലാണ്. ഇത് ശരിക്കും ഈ കഴിഞ്ഞ വർഷം, അതായത് ഡിസംബർ 30-ാം തീയതിയാണ് ഇന്ത്യ 2 ഉപഗ്രഹങ്ങൾ നമ്മുടെ PSLV വിക്ഷേപണ വാഹനം വഴി വിക്ഷേപിക്കുന്നത്. ഈ 2 ഉപഗ്രഹങ്ങൾ ഓരോന്നിന് 220 കിലോഗ്രാം വീതം ഭാരമുള്ള ഉപഗ്രഹങ്ങളാണ്. ഇത് ലോ എർത്ത് ഓർബിറ്റ്, ലിയോ എന്ന് പറയുന്ന ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഒരു ഭ്രമണപഥത്തിലാണ് ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പേര് ടാർഗറ്റ് എന്നും മറ്റൊരെണ്ണത്തിൻ്റെ പേര് ചേസർ എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരെണ്ണം ചേസ് ചെയ്ത് മറ്റൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന, അങ്ങനെ ആ അർത്ഥത്തിൽ 2 ഉപഗ്രഹങ്ങൾ. ശരിക്കും ജാനുവരി 7-ാം തീയതിയാണ് ആദ്യത്തെ ഈ ഡോക്കിങ്ങിന് തീരുമാനിച്ചിരുന്നത്. പക്ഷേ 7-ാം തീയതി അതിന് തയ്യാറല്ലായിരുന്നു. പിന്നീട് അത് 9-ാം തീയതിയിലേക്ക് മാറ്റി. പിന്നെ 12-ാം തീയതി ശരിക്കും ഇത് ഡോക്കിങ്ങിന് വളരെ അടുത്തെത്തി. അപ്പോൾ അതായത് 12-ാം തീയതി 250-30 മീറ്റർ അകലത്തിൽ നിന്നും ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം ആദ്യം 15 മീറ്ററും പിന്നീട് 3 മീറ്റർ വരെ ആയിട്ട് അത് കുറച്ചു കൊണ്ടുവന്നു. പക്ഷെ പിന്നീട് ഇതിൻ്റെ സെൻസറുകൾ ഈ സംയോജനത്തിന് അനുകൂലമല്ലായിരുന്നു. അതായത് ഇവിടെ ഒരു പ്രത്യേകത, ഭൂമിയിൽ നിന്നുള്ള കമാൻഡ് മാത്രമല്ല, ഈ 2 ഉപഗ്രഹങ്ങളിലും സെൻസറുകളുണ്ട്. അവസാന നിമിഷമാകുമ്പോൾ അവരാണ് നിയന്ത്രണം നടത്തുന്നത്, അത് പിന്നെ മനുഷ്യനല്ല. അപ്പോൾ അപ്പോഴത്തെ എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് ഈ സെൻസറുകൾ തൽക്കാലം ഡോക്ക് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു. അതിനുശേഷം നമ്മൾ ചേസർ എന്ന് പറയുന്ന ടാർഗറ്റിനെ പിന്നീട് പുറകോട്ട് വലിക്കുകയും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് വലിയ സാങ്കേതിക വൈദഗ്ധ്യം വേണ്ട ഒരു പ്രക്രിയയാണ്. ശരിക്കും ഇത് അമേരിക്കയും റഷ്യയും ചൈനയും ഒന്നും ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി അല്ല ഇന്ത്യയുടേത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത് പേറ്റന്റ് ചെയ്ത ഭാരതീയ ഡോക്കിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡോക്കിംഗ് സാധ്യമാക്കിയിരിക്കുന്നത്. ഈ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ശരിക്കും ഈ ഉപഗ്രഹങ്ങളുടെ വേഗത കുറച്ച് കൊണ്ടുവരും. ഈ 2 ഉപഗ്രഹങ്ങളും സമാന്തരമായിട്ട് വിക്ഷേപിക്കുന്നു ഒരേ വാഹനത്തിൽ. എന്നിട്ട് അതിൻ്റെ വേഗത കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നീട് അതിൻ്റെ ചരിവ്, അത് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയും, വേഗത മാത്രമല്ല, അതിൻ്റെ ചരിവ് അല്ലെങ്കിൽ ഭ്രമണപഥത്തിൽ ഉള്ള ഇത്ര ഡിഗ്രിയിലുള്ള വ്യത്യാസം, ഇതെല്ലാം 0 ആക്കി മാറ്റും, ചരിവ്. എന്നിട്ട് ഇവ രണ്ടും കൂടി അടുത്തെത്തിയിട്ടാണ് ഒരേ വേഗതയിലേക്ക് ഇത് നീങ്ങാൻ തുടങ്ങും. അതിനുശേഷം ആണ് സെൻസറുകളുടെ ഇടപെടലുകൾ വരുന്നത്. അതിനുശേഷം ഇത് ഡോക്ക് ചെയ്യുന്നു. ഡോക്ക് ചെയ്തിട്ട് ഇവ പരസ്പരം വൈദ്യുതി കൈമാറുന്നു. പിന്നീട് ഇത് വേർപെടുത്താനുള്ള കമാൻഡ് കൊടുക്കുമ്പോൾ അത് വേർപെടുന്നു, വീണ്ടും 2 ഉപഗ്രഹങ്ങളായിട്ട് മാറുന്നു. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്, ഇന്ത്യ ഇപ്പോൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ബാസ് എന്ന് പറയുന്ന ഒരു പുതിയ സ്പേസ് സ്റ്റേഷൻ ഇന്ത്യ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഈ സ്പേസ് സ്റ്റേഷൻ പാർട്ടായിട്ടായിരിക്കും വിക്ഷേപിക്കുന്നത്. ആദ്യം അതിൻ്റെ ഒരു പാർട്ട് വിക്ഷേപിക്കും. എനിക്ക് തോന്നുന്നു 27-ലാണെന്ന് തോന്നുന്നു ആദ്യത്തെ പാർട്ട്. പിന്നീട് ചിലപ്പോൾ 1-2 വർഷം ഇടവിട്ട് വിക്ഷേപിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ച് ഒരൊറ്റ സ്റ്റേഷനായിട്ട് മാറും. പിന്നെ മാത്രമല്ല, ഒരു യാത്രികനെ ഈ സ്പേസ് സ്റ്റേഷനിലോട്ട് കയറണമെങ്കിൽ ഡോക്കിംഗ് വേണം. ഒരു യാത്രികനെ അവിടുന്ന് തിരികെ കൊണ്ടുവരണമെങ്കിൽ ഡോക്കിംഗ് നടത്തണം. അതും മാത്രമല്ല, ഇന്ത്യയുടെ വരാനിരിക്കുന്ന ചന്ദ്രയാൻ, അതായത് അടുത്ത ചന്ദ്രനിലേക്കുള്ള അടുത്ത വിക്ഷേപണത്തിൽ നമ്മൾ മനുഷ്യനെ
ചന്ദ്രനിൽ ഇറക്കാൻ ആലോചിക്കുന്നുണ്ട്. അതുപോലെ ചന്ദ്രനിൽ നിന്നും പിന്നെ പാറകള്, മറ്റ് പിന്നെ സ്പെസിമെനുകള് ഇതൊക്കെ എടുത്ത് ശേഖരിച്ചിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും പദ്ധതിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ പറയുന്ന ഡോക്കിംഗ് ടെക്നോളജിയാണ് നിർണായകമായിട്ട് നിൽക്കുന്നത്. അത് കാരണം ഇതിന്റെ വിജയം ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. എന്തായാലും ഇത് വളരെ വിജയകരമായി ഡോക്കിംഗ് നടത്തിയതോടുകൂടി, മാത്രമല്ല ഈ ഇന്ത്യയുടെ ഒരു പ്രത്യേകത, ഇന്ത്യയുടെ എല്ലാ പദ്ധതികളിലും ചെലവ് കുറവാണ്. അതെ. പിന്നെ ഹോളിവുഡിലെ ഒരു സിനിമ എടുക്കുന്ന ചെലവിലാണ് ഇന്ത്യ ശരിക്കും ചൊവ്വയിലേക്കുള്ള ഇന്ത്യയുടെ പിന്നെ പര്യവേഷണം ഉപഗ്രഹം പോകുന്നത്. അപ്പോൾ അതും നമ്മൾ കണക്കിലെടുക്കണം. അതായത് വരും ദിവസങ്ങളിൽ സ്പേസ് ഇന്ത്യയുടെ കളിത്തൊട്ടിൽ തന്നെയാണ്. അത് അമേരിക്ക പോലും അംഗീകരിച്ചിരിക്കുന്നു. നാസയും, അതുകൊണ്ടാണ് നാസയും ഇന്ത്യയും കൂടെ ചേർന്നിട്ട് സൂര്യനെ പഠിക്കാനായിട്ട് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഉവ്വ്. അപ്പോൾ ഇത്ര നാള് നമ്മൾ ആലോചിക്കണം, പിന്നെ ഏതാണ്ട് 2000ത്തിന്റെ തുടക്കത്തിലൊക്കെ ഇന്ത്യക്ക് പല ടെക്നോളജികളും നിഷേധിക്കുകയും ഇന്ത്യക്കെതിരെ ഉപരോധം ചെയ്തിരിക്കുന്ന നാസ ഇപ്പൊ ISROയുമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്, നിങ്ങളെ എന്ത് പറയുന്നു എന്ന് ചോദിച്ച് നമ്മുടെ അടുത്തേക്ക് വരുവാണ്. ഇത് കേൾക്കുന്ന പലർക്കും ഞാൻ അതിശയോക്തിയാണ് പറയുന്നതെന്ന് തോന്നാം, പക്ഷേ ഇത് അതിശയോക്തിയല്ല. അതായത് ഉപഗ്രഹ ലോഞ്ച് വെഹിക്കിൾ ആയിട്ടുള്ള സെമി ക്രയോജനിക് ലോഞ്ച് വെഹിക്കിൾ എന്ന ഒരൊറ്റ മേഖല ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും ഇന്ത്യ സ്പേസിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും എല്ലാം തുല്യം തന്നെയാണ്. അതിൽ സംശയമൊന്നും വേണ്ട, ചോദിച്ചോളൂ. തീർച്ചയായിട്ടും എനിക്കറിയേണ്ടത് ഈ നേട്ടത്തെ നമ്മുടെ രാജ്യം എങ്ങനെ കാണുന്നു. നമ്മുടെ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് ഇതിലൊക്കെ വലിയ ഉത്സാഹവും പ്രതീക്ഷയുമുള്ള ആളാണ്. നമ്മുടെ ശാസ്ത്രജ്ഞരെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം ഈ നേട്ടത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അദ്ദേഹത്തിൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ട്? എന്താണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ച് പെട്ടെന്ന് വിവരങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ISRO ഔദ്യോഗികമായ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടില്ലായിരുന്നു. ഞാൻ മറ്റ് വാർത്താ മാധ്യമങ്ങളുടെ, കാരണം ഈ റിപ്പോർട്ട് പിന്നെ ഈ സംയോജനം കണ്ടതിന് ശേഷം ഉടൻ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ഇറക്കിയതാണ്. അപ്പോൾ വിശദമായ ISROയുടെ പത്രക്കുറിപ്പിനോടൊപ്പം മാത്രം, അതിനുശേഷം മാത്രമേ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര മന്ത്രിസഭയുടെയും ഒക്കെ പ്രതികരണം ഉണ്ടാവും. തീർച്ചയായും അവര് ഇതിൽ വലിയ ആഹ്ലാദവും സന്തോഷവും പ്രകടിപ്പിക്കുന്നു ഉള്ളതിൽ സംശയമില്ല. മാത്രമല്ല, ഞാൻ ഇത്തരുണത്തിൽ ഓർക്കുന്നത് ഈ ചന്ദ്രനിലോട്ടുള്ള രണ്ടാമത്തെ മിഷനിൽ പൂർണ്ണമായിട്ട് വിജയമല്ലായിരുന്നു. അപ്പോൾ അന്നത്തെ ISRO ചെയർമാനായിരുന്ന ശിവൻ വളരെ വിഷണ്ണനായി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം, അത് നമ്മൾ എല്ലാവരും ഒന്ന് ടെലിവിഷനിൽ കാണുകയും പിന്നീട് അതിന്റെ ഫോട്ടോ കാണുകയും ചെയ്തതാണ്. അതായത് അതെ. ഒരിക്കലും പരാജയത്തെ, ഒരു ചെറിയ പരാജയം കൊണ്ട് പിന്തിരിഞ്ഞ് ഓടുന്ന വ്യക്തികളല്ല നമ്മുടെ ഭരണാധികാരികൾ. പരാജയവും വിജയത്തെയും ഒരുപോലെ കണ്ടുകൊണ്ട് ISROയുടെ നേട്ടങ്ങൾക്ക് മുമ്പിൽ ചെറിയ ചെറിയ പരാജയങ്ങൾ നിസ്സാരം. മാത്രമല്ല, പരാജയത്തെ അംഗീകരിക്കാൻ പഠിക്കാത്ത ഒരു രാജ്യത്തിന് വിജയിക്കാൻ പറ്റൂ? ഇപ്പൊ തന്നെ ISROയുടെ ഈ 3 പരീക്ഷണങ്ങൾ അത് വിജയിച്ചില്ല എന്ന് കണ്ടാൽ ഇവിടെ കുറെ ആൾക്കാർ പിന്നെ മുറുമുറുപ്പും, പിന്നെ അതുപോലെ മാധ്യമങ്ങളിലും ഒക്കെ താഴെ വന്ന് കൊടുക്കുന്ന കമന്റ് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കുറെ ജനങ്ങളുണ്ട്. അത് നമ്മുടെ നാടിന്റെ നേട്ടങ്ങളെ അംഗീകരിക്കാത്ത, നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ, പണ്ടൊക്കെ ISROയുടെ ഒരു റോക്കറ്റ് പരാജയപ്പെട്ട ഉടനെ ഇവിടെ കമന്റ് വരുമായിരുന്നു, ISRO ആകാശത്തോട്ടല്ല കടലിലോട്ടാണ് റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. ഉവ്വ്. ആ കാലം അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ ചോദിക്കുമായിരുന്നു, ഇന്ത്യക്ക് ആവശ്യം കക്കൂസാണ്, ഇന്ത്യയിൽ ആവശ്യത്തിന് കക്കൂസ് ഇല്ല, പിന്നെന്തിനാണ് സ്പേസ് പ്രോഗ്രാം എന്നൊക്കെ ചോദിക്കുന്ന അമേരിക്കക്കാരന്റെ കാല് നക്കിക്കൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട്, പക്ഷെ ഇന്നിപ്പോ അവർക്ക് വാ തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുക. ISROക്ക് എവിടെങ്കിലും ഒരു പരാജയം വന്നാൽ തീർച്ചയായിട്ടും അവർ കിടന്ന് കുരയ്ക്കും. ഈ ആകാശത്ത് ഉദിച്ചുയരുന്ന ചന്ദ്രനെ നോക്കി താഴെ നിൽക്കുന്ന ചില പട്ടികൾ ഊരിയിടുമെന്ന് പറയുന്ന പോലെ ഇത്തരം അതെ. ഊരിയിടലൊക്കെ പല ഭാഗത്തു നിന്നും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ഓരോരുത്തർ അവരുടെ തനി സ്വഭാവം കാണിക്കുമല്ലോ. അതെ. ചില മൃഗങ്ങൾ കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ. അതെ. അങ്ങനെയാണ് പഴഞ്ചൊല്ല്. അവരങ്ങനെ തീർച്ചയായിട്ടും. കുടിക്കട്ടെ. അതെ. ആ, എന്തായാലും ഒരു ചരിത്ര നേട്ടം, വലിയ ആഹ്ലാദം ജനിപ്പിക്കുന്ന, സന്തോഷമുള്ള ഒരു വാർത്ത എന്ന് കേട്ടു. നമ്മുടെയൊക്കെ ജീവിതകാലത്ത് ഇതിന് സാക്ഷ്യം വഹിക്കാനായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരോട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും, 145 കോടി മനുഷ്യരും കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അഭിമാനം വാനോളം ഉയർന്നിരിക്കുന്നു. നമ്മുടെ തല ബഹിരാകാശത്ത് തന്നെയാണ് എത്തി നിൽക്കുന്നത്. എന്തായാലും വലിയ സന്തോഷം ഈ നേട്ടത്തിൽ. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് എല്ലാ നന്ദിയും ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട്, ഈ വിവരം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ച, ഇതിൻ്റെ വിവരങ്ങൾ വിശദമാക്കിയ അങ്ങേക്കും നന്ദി.